അപ്പോൾ ഗൈസ് ഇതൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ബോട്ടിലെ വെള്ളം തീർന്നതുകൊണ്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ക്വാർട്ടേഴ്സിനുള്ളിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ഞങ്ങളൊരു ബർഗർ കട കണ്ടത്. അപ്പോൾ എന്തായാലും ബർഗർ വാങ്ങിയിട്ട് പോവാന്ന് കരുതി. ഇവിടെ ബർഗർ മാത്രമല്ല കേട്ടോ, മോമോസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്സ് എല്ലാം ഇവിടുന്ന് കിട്ടും. റോഡ് അരിയത്ത് മുഴുവൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതുപോലുള്ള കടകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ ബർഗറും കാത്ത് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. ഇവിടെ ഡൽഹിയിൽ തന്നെ ഏറ്റവും ഞെട്ടിച്ചൊരു സംഭവമാണ് ഇവിടുത്തെ ബസ്സുകൾ. മിനിറ്റിന് ബസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. തണുപ്പ് സമയത്ത് ബസ്സിൻ്റെ ഉള്ളിൽ ഹീറ്റർ, ചൂട് സമയത്ത് ബസ്സിൻ്റെ ഉള്ളിൽ AC. ആഹാ, എന്ത് രസമല്ലേ. അത് മാത്രമല്ല, ഇവിടെ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റാണ് കേട്ടോ. ₹1 പോലും കൊടുക്കാതെ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം. അങ്ങനെ ചേട്ടൻ്റെ ബർഗറും കാത്ത് കുറച്ചു നേരം ഞങ്ങൾക്ക് അവിടെ പോസ്റ്റായി നിൽക്കേണ്ടി വന്നു. ഈ കാണുന്ന സ്കൂട്ടി പേപ്പാണ് കേട്ടോ ഞങ്ങളുടെ വണ്ടി. അങ്ങനെ ചക്കുന് ആപ്പിൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോകുകയാണ് കേട്ടോ. അതിനിടയിൽ ഏട്ടൻ ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഈ വഴിയോരത്തൊക്കെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, എന്ത് രസമല്ലേ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാർക്കറ്റിലെത്തി. ഈ മാർക്കറ്റിലാണ് ഞങ്ങൾ എപ്പോഴും ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങാൻ വരുന്നത്. സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് വില കുറവായിരിക്കും ഇവിടെ സാധനങ്ങൾക്കൊക്കെ. അങ്ങനെ അധിക നേരം അവിടെ നിൽക്കാതെ ആപ്പിളും വാങ്ങി ഞങ്ങൾ ക്വാർട്ടേഴ്സിനുള്ളിലോട്ട് തിരിച്ചു കേട്ടോ. ക്വാർട്ടേഴ്സിനുള്ളിലോട്ട് കയറിയപ്പോഴേക്ക് എന്തൊരു തണുപ്പാണ്. പെട്ടെന്ന് പാലക്കാടൻ ചൂടിൽ നിന്നും ഡൽഹിയിലെ തണുപ്പിലോട്ട് വന്നപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എങ്കിലും ക്വാർട്ടേഴ്സ് ലൈഫ് അടിപൊളിയാണ്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ ഏട്ടൻ്റെ കൂടെ പട്ടാള ലൈഫിലോട്ട് വന്നത്. എന്നാലും ക്വാർട്ടേഴ്സിനുള്ള അടിപൊളിയാണ് കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതുപോലെ നമുക്കും കിട്ടും ക്വാർട്ടേഴ്സൊക്കെ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വെള്ളം എടുക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. അപ്പോഴേക്കും ചക്കു ചാടി ഇറങ്ങി, അമ്മ നോക്ക് ബീഡി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ ഊതുമ്പോൾ പുക വരില്ലേ, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛനും ചക്കുനെ കൊണ്ട് ചക്കു ഇങ്ങോട്ട് നോക്ക് പറഞ്ഞ് അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അവൾ ഊതി കാണിച്ചിരണം, അമ്മ വന്നില്ലേ പറഞ്ഞിട്ട്. വേറൊരു ചേട്ടൻ വെള്ളം എടുക്കാൻ വന്നതുകൊണ്ട് കുറച്ചു നേരം അവിടെ പോസ്റ്റായി ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു. പിന്നെ വെള്ളം ബോട്ടിലെടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു ഗൈസ്. മിക്കവാറും വെള്ളം എടുക്കാൻ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചാണ് കേട്ടോ വരാറുള്ളത്. പിന്നെ പോകുന്ന വഴിക്ക് പാർക്ക് കണ്ടതുകൊണ്ട് കുറച്ച് നേരം പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ തണുപ്പല്ലേ, ഒരുപാട് നേരം തണുപ്പത്ത് നിൽക്കേണ്ടെന്ന് കരുതി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഗൈസ്. ഇങ്ങനെ രാത്രി നേരത്തെ ഇങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ ഒരു റൈഡ്, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ വീടെത്തിയുടെ ഞങ്ങൾ ബർഗറിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് അതിനുള്ള പണി തുടങ്ങി ഗൈസ്. അങ്ങനെ ബർഗറിൻ്റെ ചൂടാറുന്നതിന് മുന്നേ വേഗം ഞങ്ങൾ ബർഗർ കഴിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ചക്കുന് പനീർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ അച്ഛൻ്റെ ഒന്നും പനീർ അടിച്ചു മാറ്റി കഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ, സീ യു.